ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ചേച്ചി ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത്. ഓൾറെഡി ഞാൻ ചെയ്തതാണ് നമ്മുടെ ഹോം ടൂർ. പക്ഷേ ഇപ്പോൾ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ ചെയ്യുന്നത്. മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ പരിപാടിയും കൂടെ ഉണ്ട്. എന്താണെന്നല്ലേ, അത് ഞാൻ വഴിയെ പറയാം. വീടിൻ്റെ ഫ്രണ്ടൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ട് മടുത്തായിരിക്കും നമ്മളെ വീഡിയോയിലൊക്കെ അല്ലേ. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ലിവിങ് റൂമിൽ നമ്മൾ സോഫ സെറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടത് വേറെ ഒന്നല്ല, നമുക്ക് തൊട്ടിൽ ഒഴിഞ്ഞൊരു സമയം വീട്ടിലില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ തൊട്ടിലിടാൻ വേണ്ടി അല്ലൂട്ടൻ്റെ ടേബിളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെയും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒതുക്കി വെക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എത്ര ഒതുക്കി വെച്ചാലും അതേപോലെ അവർ തിരിച്ച് ശരിയാക്കി തരും. വൈശാഖേട്ടനും വൈഷ്ണവും ഒക്കെ നല്ല അല്ലു അർജുൻ ഫാനായിരുന്നു കേട്ടോ. അത് അവരുടെ പണ്ടത്തെ മേശയാണ്. ഇത് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് ഇതുവരെ ആർക്കും അതിനൊരു സമ്മതമില്ല കേട്ടോ. അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേര് നിൽക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവും. അപ്പോൾ ഇത് തുമ്പമ്മയുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ പിക്കായിരുന്നു കേട്ടോ. ഇത് ചെയ്തത് പേജ് ക്രിയേറ്റീവ് ഫോക്സ് ആണെന്ന് തോന്നുന്നു, ഒരു പേജ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു പൂജാ റൂമൊക്കെ ഉണ്ട്. ഇതിവിടെയാണ് ടി വിൻ്റെ സെറ്റപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉണ്ടാക്കിയ വീടാട്ടോ. പക്ഷേ മുകളിലേക്കൊക്കെ എടുത്തത് പിന്നെ ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്താണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 കൊല്ലമായിട്ടുണ്ട്. ഇത് അച്ചച്ചൻ്റെ റൂമാണ്, വിശ്വവിഖ്യാതമായ റൂം. അതായത് അച്ചച്ചൻ അവിടെ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ ആരും സമ്മതിക്കാറില്ല. അച്ചച്ചൻ്റെ മാത്രമായിട്ടുള്ള ലോകമാണിത്. പിന്നെ ഇതാ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഹാളാണ്. ഈ ഒരു ടേബിൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക്കാണ്. എത്ര നന്നാക്കിയാലും അതിനുള്ള പിന്നെ സാധനങ്ങൾ കയറുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പിന്നെ അത് അവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. സംഭവം അത് കോമഡിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും പേപ്പറും അതും ഇതൊക്കെ തിരികെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ താക്കോലെടുത്ത് വെച്ച് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് അത് അങ്ങനെ പൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണിത്. പേര് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിഹാര കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. താഴെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂമാണ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ഷീണം വന്ന് ആകെ പോയി കിടക്കുക അവിടേക്കാണ് കേട്ടോ. പിന്നെ അതാ ലിവിങ് ഏരിയയിൽ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഫുള്ള് പിന്നെ നമ്മളെ ഫ്രെയിംസ് തന്നെയുള്ളൂ. ഞാനൊരു ഫ്രെയിം ഭ്രാന്തി ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടിയതായിട്ടുള്ള കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ 2 റൂം, ഒരു ജസ്റ്റ് ഒരു ഹാള്, പിന്നെ ഒരു ഓപ്പൺ ടെറസ്, പിന്നെ ഒരു സിറ്റ് ഔട്ട്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഷോക്കേസൊക്കെ ആക്ച്വലി നമ്മൾ നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം നീറ്റാണല്ലോ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ പൊടി തട്ടിയാലാണ് ഇതിൻ്റെ അവസ്ഥയൊക്കെ അറിയാൻ പോണത്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഇതാണ് നമുക്കിന്ന് നടക്കാൻ പോകുന്ന പരിപാടി. എന്താണെന്നല്ലേ, ഞങ്ങളെ റൂമൊക്കെ കാണിക്കാൻ നോക്കി ഇങ്ങനെ പോകുമ്പോഴാണ് ഇവർ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ താഴേക്ക് ഓടി ഇറങ്ങിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീപ്പ് ക്ലീൻ ടീമാണ് വരുന്നത്. ഒന്നുമില്ല, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ക്ലീനിങ് ഈ വീട്ടിൽ നടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു പ്രൊഫഷണൽ ക്ലീനിങ് ആവില്ലല്ലോ. അപ്പോൾ അത്രയ്ക്കും അടിപൊളിയായിട്ട് തന്നെ അവർ അത് ചെയ്തു തന്നു എന്നുള്ളതാണ് കേട്ടോ. ഓട്ടോ ജെറ്റ് എന്നാണ് ഈ ഒരു പേജ്, മീൻസ് ഈ ഒരു ടീമിൻ്റെ പേര്. വണ്ടി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ നോക്കണ്ടേ എന്താ ഇപ്പോൾ സംഭവം, രമേശിൻ്റെ വീട്ടിലേക്ക് എന്താ ഇപ്പോൾ പോണത് എന്ന്. അച്ഛൻ്റെ പേര് പാർത്ഥസാരഥി എന്നാണെങ്കിൽ നാട്ടുകാരൊക്കെ രമേശൻ നാട്ടോ വിളിക്കുന്നത്. ഞാൻ എന്നെ തന്നെ സരോജ് കുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അച്ഛന് വേണ്ടി ഇട്ട പേരാന്ന് തോന്നുന്നു, രമേശ്. ഓക്കെ, അപ്പോൾ തുമ്പമ്മ കാര്യമായിട്ട് കളിപ്പാട്ടൊക്കെ എടുത്ത് കൊണ്ടുപോയി നോക്കണ്ടിട്ട് ആരപ്പം ഈ വന്നിരിക്കണം. എല്ലാവരും യൂണിഫോമിലൊക്കെയാണേ വന്നിരിക്കുന്നത്. കുറേ എക്യുപ്മെൻറ്റ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിയാണ് അതിൻ്റെ ഒന്നും ഫുള്ള് പേര് പറഞ്ഞുതരാനും കാര്യങ്ങൾ പറഞ്ഞുതരാനും എനിക്കറിയില്ല. താഴത്തെ ബാത്റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടത്. താഴത്തെ നല്ല എല്ലാ ബാത്റൂമിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ ഈ കുഴൽക്കിണർ, അപ്പോൾ അതിൻ്റെ സ്റ്റെയിൻ ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയാം, എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും ഇത് പോകത്തില്ല കേട്ടോ. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം ആദ്യം തന്നെ അവർ ബ്രീഫിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ആദ്യം സാറ് വന്നിട്ട് ഉള്ളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ താഴെ പോയി അവർക്കൊരു കറക്റ്റ് ഒരു ബ്രീഫിംഗ് ഒക്കെ കൊടുത്ത് എല്ലാവരും ഇങ്ങനെ സെറ്റാക്കണ്ടായിരുന്നു. സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഫുള്ള് സെറ്റപ്പ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടീമും കൂടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ അടുത്തുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇതിലും കൂടുതൽ ഇവർക്ക് വേണമെങ്കിൽ റേറ്റ് പറയാം. സ്ക്വയർ ഫീറ്റിന് 7 rupees വെച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഓഫ് കോഴ്സ് നമുക്ക് വേർത്താണ്. അവരുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇവരിതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്താണ് ഇവർ പറയണത് നോക്കട്ടോ. സംഭവം വൈശാഖേട്ടൻ പോണതിന് മുമ്പേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ടൈമും കൂടെ നോക്കിയിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ലാഗായി പോയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സമയം പ്രഗ്നൻ്റ് ആണ്, സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കിറങ്ങിയും കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വയ്യ. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും കൂടെ കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താവും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമുക്ക് ഈ റൂമും എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എവിടെ സൈഡാവും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ അവർ വരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ എന്താ പറയുക, നമ്മളെ മറ്റേ അവ്വൈ ഷൺമുഖി അതില്ലേ, ആ ടൈപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് ടെറ്റ മ്യൂസിക് ഇട്ടെടുത്ത സെറ്റായിരുന്നു. അമ്മ അതിൽ നാനാ വഴിക്ക് പിരിഞ്ഞിട്ട് പിന്നെ അവർ പണിയെടുക്കലായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്ക് എന്തായാലും ഈ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡ്രസ്സ്
ജ്വല്ലറി ഇതൊന്നും ചെയ്യുമ്പോൾ അവർക്ക് ഓക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ടെന്നല്ലാതെ ഇതിപ്പോൾ എന്താണ് എന്നുള്ളത് ഉണ്ടാവില്ലോ. അപ്പോൾ പക്ഷേ ഇത് അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലൊരു കാര്യമാണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ബുക്സാണിത് കേട്ടോ. അടുക്കി വെച്ചാൽ ഞാൻ പറഞ്ഞ കണക്കാണ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ സൈഡാവും. പിന്നെ കട്ടേനെ കല്യാണി ഇവിടെ അല്ല, ഹേസും ഇവിടെ അല്ലായിരുന്നു. അപ്പം റൂം ഇത് ഇങ്ങനെയാണുള്ളത്. മുകളിൽ 2 റൂമാണ്, അതിൽ ഒരു റൂമാണിത്, എൻ്റെ റൂമാണിത്. എൻ്റെ റൂമിൽ പിന്നെ ഫ്രെയിം ഒഴിഞ്ഞിട്ടുള്ള ചുമരില്ലാന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവർക്ക് ഇവിടെ കുറച്ച് പണി കൂടുതലായിരിക്കും ഗൈസ്. അങ്ങനെ ഇത് വൈശാഖേട്ടനും അല്ലൂട്ടനും കിടക്കുന്ന ബെഡാണ് നിലത്തിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ റൂം. ഇവിടെ ഇവർക്ക് നല്ല പണിയുണ്ടാവും. നിങ്ങൾ തന്നെ നോക്കി, എനിക്ക് ഫ്രെയിം കുറച്ച് ക്രേസുള്ള കൂട്ടത്തിലാണ് ഗൈസ്. പിന്നെ ഇതാ ഇവിടെ ഈ പുറത്തേക്കുള്ള ഏരിയ ഞങ്ങൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാറില്ല. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് ആ പുറത്തൊക്കെ ഇരുന്ന് വീഡിയോ എടുത്തുകൂടെയെന്ന്. സംഭവം എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ്, കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വാലന്മാരും വരും. ആ വാലന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ടാസ്ക്കാണ്. കാരണം ഇവർ എവിടെയാണ് വലിഞ്ഞ് കയറുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തർ വെച്ചപ്പോഴുണ്ടെങ്കിൽ നേരം അകത്തിരിക്കുന്നത് നല്ലതെന്ന് തോന്നും കേട്ടോ. പക്ഷെ ഇവിടെ ഇരുന്നാൽ നല്ല വ്യൂ ആണ് കേട്ടോ. തുമ്പം അവിടെ എന്താ ഇപ്പം നടക്കണമെന്ന് ആലോചിച്ച് അങ്ങോട്ടും കൊണ്ട് നടക്കുകയാണ്. അല്ലൂട്ട സ്കൂളിൽ പോയതുകൊണ്ടാണ് മൂപ്പരതിൽ കാണാത്തത്. വൈശാട്ടാണ് കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് വയ്യാന്നുള്ളത് അറിയാലോ. അങ്ങനെ അപ്പോൾ നമ്മളെ എല്ലാ സാധനങ്ങളും പുറത്ത് ഓപ്പൺ ടെറസിലേക്ക് ഡംപ് ചെയ്യാൻ ചെയ്തത്. എന്നിട്ട് ഇതാ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പോഴും ഭക്തിഗാനങ്ങളോ എന്താ വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കാര്യമായിട്ടുള്ള കൂലങ്കശമായിട്ടുള്ള ചിന്തയിലാണ് ഗൈസ്. അപ്പം വേഗം ഫുഡൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അപ്പോൾ അമ്മ എന്താ ഈ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഫാനും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര വൃത്തിക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് അവരുടെ ബ്രോഷർ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നേ. തൊടുപുഴയിലാണ് കേട്ടോ അവരുടെ ഓഫീസ് വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് അവർ ഈ ഒരു ഫീൽഡിലുണ്ട്. വെറും ഒരു ക്ലീനിങ് മാത്രമല്ല, ഹെൽത്തും കൂടെ ഇവർ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ റൂമാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ നമ്മൾ ഡസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അത്രയ്ക്കും നമ്മൾ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പം സാനിറ്റൈസേഷൻ ഉൾപ്പെടെ ഇവർ ചെയ്യുന്നുണ്ട്. സോ ഹെൽത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഈ ഒരു ഗ്ലാസ്സൊക്കെ അത്രയ്ക്കും ക്ലീൻ ആവുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതും അല്ലയ്യേ. അത്രയും വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാറാല തട്ടൽ ഇമ്പളൊക്കെ തട്ടണ പോലെയല്ല. നിങ്ങളുടെ നാട്ടിൽ മേറാലേക്ക് എന്താ പറയാം, അല്ലോട്ടനെ തുമ്പി മലാറ എന്നാണ് പറയാം, ഞാൻ മാറാല എന്നാണ് പറയാം. നിങ്ങൾ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ ആ ചിലന്തി വില തന്നെ ഓക്കെ, അതൊക്കെ തട്ടി പിന്നെ അതാ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നേ. പിന്നെ തുമ്പമ്മയ്ക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ റൂം ക്ലീൻ ആക്കുമ്പോൾ ഒരു റൂം ഞാൻ കൊയിച്ചു തരും കേട്ടോ. ഇപ്പോൾ കട്ടേനും കല്യാണിയും റൂമിൽ TV വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ് അവളെ. പിന്നെ ഞാനിങ്ങനെ മുകളിലും താഴേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് എനിക്ക് ഓവറായിട്ട് സ്റ്റെപ്പ് കയറേണ്ട വെച്ചിട്ട് പിന്നെ ഞാൻ താഴത്തേക്ക് നദിയും പോയില്ല. വൈശാട്ടനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോസൊക്കെ. പിന്നെ കുറച്ച് ഞാൻ അങ്ങോട്ട് നടക്കും, കുറച്ച് ഇങ്ങോട്ട് നടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ AC ഒക്കെ അവർ ഫുള്ള് എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. അത് ഇടയ്ക്ക് വൈശാട്ടനും ചെയ്യാറുണ്ട് കേട്ടോ. ഈ സാധനം തട്ടുന്നത് നിങ്ങളെല്ലാവരും ചെയ്യാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ നമ്മളെ അലമാരയൊക്കെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ടീമുമാണ് കേട്ടോ. പിന്നെ സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും എല്ലായിടത്തും എപ്പോഴും സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ വാക്യൂം പ്രഷറൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബെഡൊക്കെ എടുത്ത് കട്ടിലൊക്കെ തിരിച്ച് വെച്ച് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിലും ഈഗേർലി വെയിറ്റിംഗ് ആണ്, കാരണം ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് വീട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണണമല്ലോ. കാരണം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു തണുപ്പാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർക്കൊക്കെ കൂടെ കഴിഞ്ഞതിന് ശേഷമേ അത്രയ്ക്ക് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നന്നായി സൈഡായിട്ടുണ്ട്. നമ്മൾ സോഫയാണ് 8ൻ്റെ പണി, ഓർമ്മ ഉണ്ടല്ലോ. തുമ്പി മീൻകറി കൊണ്ട് ഫേഷ്യലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉഷാറാക്കി വെച്ച സോഫയാണല്ലോ. പിന്നെ അല്ലും തുമ്പിയും ഒക്കെ സോഫേൻ്റെ ഉള്ള അരമൂത്രം ഒക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളെ സോഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി യേസുവിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സോഫ മാറ്റാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് അടുത്ത ആൾ നമ്മളെടുത്ത് വരുന്നത്. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു പരിപാടി ഒഴിക്കില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തായാലും ഇതൊരു സാധനമാണ് കേട്ടോ. ഈ സാധനത്തിൻ്റെ പേര് എന്തായിരുന്നു രമണ? ഡസ്റ്റ് മൈറ്റ്സ് റിമൂവർ ആണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ പിന്നെ ബെഡിൽ അതുപോലെ സോഫ അതിലൊക്കെ ഉണ്ടാകുന്ന മൈറ്റ്സ് ഉണ്ടാവില്ലേ, അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം. ഇതൊക്കെയെന്ന് വെച്ചാണെങ്കിൽ ഈ ഒരു ടീമിൻ്റെയിലൊക്കെ റയറായിരിക്കും. അപ്പോൾ ഇവരുടെ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ വരാം. ഞാൻ നോക്കുമ്പോൾ അകത്തൂടെയും പുറത്തൂടെയും ഒക്കെ അതാ അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പൂജാമുറി നോക്കിയേ. ഇതിൻ്റെ ഡോർ കാണുമ്പോൾ നമുക്ക് അത്ര വൃത്തികേടോ അല്ലെങ്കിൽ പിന്നെ ബോറായി കിടക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇവരതിൽ സ്റ്റീമും കൊണ്ട് ക്ലീൻ ചെയ്ത് ആദ്യം ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് പിന്നെ സ്റ്റീം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. മക്കളെ അതിന് ശേഷം ഇതിൻ്റെ ഒരു ഷൈനിങ് കാണാമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മുടെ വീട് നമ്മൾ വിചാരിക്കും ഒക്കെ എല്ലാം ക്ലീൻ ആണ് എന്ന് വിചാരിക്കും. എനിക്ക് അത്രയും ഒരു ചിന്ത ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്ക് 2 പൊട്ടിത്തെറിച്ച ശാനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് പഴയ അവസ്ഥയിൽ തന്നെ ഒരു മിനിറ്റുകൾ കൊണ്ട് റെഡിയാക്കി തരും. പക്ഷെ എന്നാലും ഇത്രയൊക്കെ ക്ലീൻ ആവും എന്നുള്ളത് ഞാൻ ഇവരുടെ വർക്കിന് ശേഷമാണ് അറിയുന്നത് കേട്ടോ.
അത്രയും അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ലേ, ദതുക്കൂട്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ചുമരും, കാരണം ലാസ്റ്റ് പെയിൻ്റ് അടിച്ചത് ഞങ്ങൾ കല്യാണത്തിനാണ്, പിന്നെ പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് ഇവർ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കളഞ്ഞ്, ആദ്യം സ്റ്റീം ചെയ്ത് പിന്നെ സ്ക്രബ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പക്ഷേ എനിക്ക് അധികം പ്രതീക്ഷയൊന്നുമില്ല, ഇതിൻ്റെ മക്കൾ 2 ദിവസം കൊണ്ട് ശരിയാക്കി തരും. കുറി ഈ കാര്യങ്ങളിൽ തുമ്പിമോൾ ബെസ്റ്റാണ്. അല്ലൂട്ടൻ ഇങ്ങനെയൊന്നുമില്ല, അല്ലൂട്ടൻ ചുമരൊന്നും അങ്ങനെ വൃത്തിയേടാക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷേ തുമ്പമ്മ അങ്ങനെയല്ല, നല്ല ഉഷാറാക്കി തരും കേട്ടോ. ആ കാര്യത്തിൽ ഞാനും തുമ്പി എന്നും അടിയാണ് ഗൈസ്. ഒരു പെന്ന് കിട്ടിയാൽ എവിടെയെങ്കിലും കുട്ടിക്ക് എഴുതിയിലൊരു ഇതും ഉണ്ടാവില്ല. പക്ഷേ തുമ്പി വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അക്ഷരങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ലൂട്ടനാണ് നമ്മൾ ഉറപ്പിക്കണം. തുമ്പിക്കൊരു കമ്പനിക്ക് പിടയ്ക്ക് മൂപ്പരും കൂടാറുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ ഇവിടെ എക്സും വൈയൊക്കെ കാണലുണ്ട് നമ്മൾ. ഈ ചുമരിൻ്റെ ഇങ്ങനത്തെ വർക്ക് എക്സ്ട്രാ പറഞ്ഞവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ് കേട്ടോ. മീൻസ് എക്സ്ട്രാ പേയ്മെൻറ്റ് എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അവർ ജസ്റ്റ് നമുക്ക് കാണിച്ചു തന്നാൽ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം മീൻസ് ഇങ്ങനെ ഒരു ക്ലീനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും. അപ്പോൾ അവരുടെ അടുത്തൊന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, കാരണം ലാസ്റ്റ് വീട് കണ്ടപ്പോൾ നിങ്ങളും കാണണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നമ്മളെ പൂജാമുറീൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിയെന്നറിയില്ലേ, ദതുക്കൂട്ടായിരുന്നു കണ്ടോ. നമ്മൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ച ചുമര് പോലല്ലേ, അത്രയും വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതിലൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുപോലെ നല്ല മാനറിസം കാണിക്കുന്ന ടീംസാണ് ഫുള്ള് കേട്ടോ. അവരുടെ സ്റ്റാഫാണെങ്കിലും അതെ, സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും ഓണർ ആണെങ്കിലും എല്ലാവരും അതെ കേട്ടോ. ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു വീട്ടിൽ വന്നിട്ട് എങ്ങനെ ഒരു എന്താ പറയുക ബിഹേവിയർ ഉണ്ടാവില്ല, അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞാനിതാ തുമ്പമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ദോശയൊക്കെ കൊണ്ടു കൊടുത്തു. അവൾ അവിടെ ഇരുന്ന് കഴിച്ചു. ഒക്കെ ഇഷ്ടപ്പെട്ട പാട്ടും കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അധികം വെച്ച് കൊടുക്കാറില്ല, ടി വിയൊന്നും അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ 30 മുതലാക്കി. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോഴത്തേക്ക് അല്ലൂട്ട് എന്താ സ്കൂളിട്ട് വന്നപ്പോഴത്തേക്കും ഓനൊരു സന്തോഷം, കാരണം ഹായ് ടി വി കാണാനായി, വേഗം അവിടെ കയറി ഇവിടെ എന്താ അമ്മ വീട്ടിൽ നിറച്ച ആളെന്നൊക്കെയാണ് ചോദിച്ചിനി കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളി തകൃതിയായിട്ട് ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടേബിളൊക്കെ നോക്കിയ മക്കളെ നല്ല തിളങ്ങി വെള്ളങ്കത് എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. എന്തൊക്കെ ആയാലും എന്താ, എത്ര ദിവസത്തേക്കാണോ എന്തോ എന്തൊരു മക്കളല്ലേ. അങ്ങനെ ഇതാ പിന്നെ ഇവർ ബാത്റൂമിൻ്റെ കാര്യത്തിൽ ഇവർ നന്നായി പണിപ്പെടും എന്നുള്ളത് ഷുവറാണ്. നമ്മുടെ ബാത്റൂം ഞാൻ ഒരച്ചൊരച്ചൊരച്ച് എൻ്റെ ഊപ്പാട് തകർന്നു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബെഡ് ഒക്കെ പുറത്തേക്ക് എടുത്ത് നല്ലോണം വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അവർ. നേരത്തെ പറഞ്ഞ ഡസ്റ്റ് മൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ടേൻ്റെ റൂം നമ്മളെ പരിപാടി കഴിഞ്ഞപ്പോൾ മെല്ലെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. പിന്നെ കട്ടേൻ്റെ കല്യാണിൻ്റെ റൂം അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വൃത്തിയാക്കുന്നുണ്ട്. ഏതാണ്ട് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഏകദേശം കിളി പാറിയിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തലകറക്കം എന്നുള്ളൊരു സാധനം വല്ലാണ്ട് എന്നെ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സൈഡായി, ഏകദേശം സൈഡാവുക എന്നുള്ളത് ഉറപ്പായിട്ടാണ്. അപ്പോൾ താഴത്തെ വീഡിയോ ഒക്കെ പിന്നെ വൈശാട്ടിനെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോർ റൂമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ അവർ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഇത്രയും പൊടി ഉണ്ടായിരുന്നു. നമ്മൾ തുടച്ച് കഴിഞ്ഞാലും ഇല്ലേ, അവർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഒന്നും മിസ്സാവരുതല്ലോ, അവിടെ ഇവിടെ ആയി പോകരുതല്ലോ. എല്ലാം എന്നൊക്കെ ഉണ്ടോ കവറിൽ കെട്ടി സൂക്ഷിച്ചെടുത്ത് കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തലട്ടൊക്കെ ഞാൻ ആടിപിടിയൊക്കെ പോയി നോക്കുന്നല്ലാതെ പിന്നെ ഞാൻ നല്ലോണം സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടേനെ കല്യാണിൻ്റെ റൂമിൽ കണ്ടോ, ബെഡൊക്കെ കട്ടിലൊക്കെ എടുത്ത് പൊളിച്ച് മാറ്റി വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ സെറ്റാക്കിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അവർക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കേട്ടോ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അല്ലുട്ടനും തുമ്പിയും കൂടെ ഇവിടുന്ന് ദോശ കഴിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണുന്നുണ്ട്. അച്ഛമ്മേൻ്റെ ഫോണൊക്കെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഞാൻ ഇവർ പുറത്തിറങ്ങി നടന്ന വഴിക്ക് വീഴുമോ എന്നുള്ളൊരു പേടിയോണ്ട് അവിടെ പിടിച്ചിരുത്തിയതാണ്. മുക്കിലും മൂലയിലും എന്ന് പറയില്ലേ, അതാണ് ഈ സംഭവം. അതായത് മുക്കിലും മൂലയിലും അവർ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. എല്ലാം നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഇങ്ങനെ ആവൂല കേട്ടോ. നമ്മൾക്ക് ഇപ്പം നിലമൊക്കെ തുടക്കുകയാണെങ്കിൽ അറിയാമല്ലോ, പിന്നെ ഇച്ചിരി മടിയുള്ള എന്നെ പോലെ തൽക്കാരാണ് പറയുകയും വേണ്ട. അപ്പോൾ അത്രയ്ക്കൊന്നും വൃത്തിയാവത്തില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇതൊരു നന്നര ക്ലീനിങ് തന്നെയായിരുന്നു. കണ്ടപ്പോൾ ശരിക്കും മുമ്പൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി. പിന്നെ അതുപോലെ നമുക്ക് കയ്യൊന്ന് എത്താത്ത മുകളിലൊക്കെ ഉള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് നമ്മളെ സീലിങ്ങിൽ വരെയുള്ള അതൊക്കെ അവർ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്റ്റാഫ് അത് ചെയ്യുന്നത് കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും സൂപ്പർവൈസേഴ്സിന് വേണ്ട കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒരു ഓണറും കൂടുതലുണ്ടായപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിപ്പോയി. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അതാ പറഞ്ഞു കേട്ടോ, ഇത്രയും നല്ല വൃത്തിക്ക് അവർ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ നിലവും അതായത് താഴെയും മുകളിലും ഒക്കെ ഫുള്ള് അവർ അത്രയ്ക്കും വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ കിണ്ണം കാഴ്ച ക്ലീനിങ് ഇല്ലേ, ദദ്ക്കൂട്ടായിരുന്നു, നല്ല പള്ളങ്കത് ആയിരുന്നു കേട്ടോ.
എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ ഭാഗത്തായിരുന്നു കേട്ടോ അവർ ആദ്യം അവരുടെ ഈ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ന്യൂലി ലോഞ്ച് ആയിട്ടുണ്ട് കാലിക്കറ്റ് ആൻഡ് മലപ്പുറം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരെ സമീപിക്കാം. സ്റ്റാൻഡേർഡ് ക്ലീനിങ്, പ്രീമിയം ഡീപ്പ് ക്ലീനിങ്, അൾട്രാ പ്രീമിയം ഡീപ്പ് ക്ലീനിങ്, സാനിറ്റൈസിങ്, പെസ്റ്റ് കൺട്രോൾ, അലർജി കെയർ, ഷാംപൂ വാഷ്, സ്റ്റീം ക്ലീനിങ് തുടങ്ങിയിട്ട് ഒരുപാട് സർവീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവരുടെ എടുത്തു പറയേണ്ട ഒരു സർവീസാണ് ഡസ്റ്റമൈറ്റ്സ് റിമൂവൽ. നിങ്ങളുടെ വീട്ടിൽ അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ, അത് മാത്രമല്ല അപ്പോൾ ഈ സർജറിക്കൊക്കെ ശേഷമാണ് കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇവർ ക്ലീനിങ്ങിന് മാത്രമല്ല ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സാനിറ്റൈസേഷൻ, ഡസ്റ്റമൈറ്റ്സ് റിമൂവൽ ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ. സ്ക്വയർ ഫീറ്റിന് 7 rupees ആണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ്. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവർ അത്രയും ഫാസ്റ്റായിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ഉച്ചരെ ആയി കാണും അപ്പോഴത്തേക്ക് എൻ്റെ ഫ്യൂസ് ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് നൈസായിട്ടൊന്ന് ചാഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് ഏട്ടൻ കണ്ടത് ഇതാണ്. ഞങ്ങൾ 3 ആളും അറിഞ്ചം പുറിഞ്ചം കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് കേട്ടോ. ഫുഡൊക്കെ ക്ഷീണമായിട്ടുമ്പോൾ എന്ത് ചെയ്ത് കിടന്നങ്ങോട്ട് ഉറങ്ങി. അല്ല പിന്നെ പിന്നീടുള്ള വീഡിയോസ് ഫുള്ള് ഏട്ടനാണ് എടുത്തത്. കാരണം ഞാൻ ഉറങ്ങുകയാണല്ലോ. ഓക്കെ, പിന്നെ ഇവരിവിടെ എല്ലാം അതായത് നമ്മുടെ ഷെൽഫൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സ്ലൈഡ്സും എടുത്ത് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി അതേപോലെ തന്നെ തിരിച്ച് സെറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലൂനും തുമ്പിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. എന്താ അറിയോ, ഞമ്മക്ക് എടുക്കാനല്ലേ അറിയുള്ളടാ, തിരിച്ച് വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ടൈപ്പാണ് ഓര്. അതായത് എല്ലാം വലിച്ചു വരിടും, തിരിച്ച് വെക്കാൻ പറഞ്ഞാൽ എല്ലാ വീട്ടിലെയും അമ്മമാരെ പോലെ തന്നെ ഇവിടുത്തെ അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. പഴയ കുപ്പി പാട്ട അതൊന്നും പുറത്തേക്ക് കളയാൻ സമ്മതിക്കില്ല. പിന്നെ ഞാനും കല്യാണം ഭീഷണിപ്പെടുത്തിയാണ് കുറച്ചൊന്നൊക്കെ കളയുക. അതിന്നും അമ്മ തിരിച്ച് പെറുക്കി കൊണ്ടുവന്ന് ചാക്കിലാക്കി എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ അടുക്കളയിൽ അത്യാവശ്യം നല്ല സ്റ്റഫ് ഉണ്ട്, ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ എടുത്ത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇവർ കല്യാണീൻ്റെ റൂമിൽ മുകളിലെ ബെർത്തിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കുറേ ബാഗും കാര്യങ്ങളൊക്കെ അവരെടുത്ത് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാം നമുക്ക് പണ്ടത്തെ പോലെ തന്നെ സെറ്റാക്കി വെച്ച് തന്നിട്ടാണ് അവർ പോണത്. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ അവരെ ഞാൻ നമിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ഉണ്ടാവും എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് സ്റ്റെയിനാണ് ഇവിടുത്തെ വെള്ളത്തിന്. നമുക്ക് തന്നെ കുളിക്കുമ്പോൾ മുടിയൊക്കെ പണി കിട്ടുന്നത് മെയിനായിട്ട് അതാണ്. നമുക്കൊരു ഫിൽറ്റർ വെക്കേണ്ടത് അത്യാവശ്യമാണ് ഗൈസ്. അതുപോലെ നമ്മൾ ഈ ജിപ്സം ചെയ്തിട്ടുള്ള സൈഡ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്യില്ലല്ലോ എന്ന് വെച്ചാൽ നമുക്ക് എത്തൂലല്ലോ, നമുക്ക് ആവില്ലല്ലോ. പക്ഷെ അതൊക്കെ അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടിലിൻ്റെ ചോട് ഒക്കെ നമ്മൾ വിചാരിക്കുക ഏകദേശം കഴിയാനായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അവർ ഒരു 2-3 വട്ടമൊക്കെ നിലമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫ്രണ്ടിൽ ഈ ഒരു നമ്മുടെ എന്താ പറയുക മെയിൻ ഡോർ ഉണ്ടല്ലോ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒരു ബ്ലാക്കിഷ് ഒരു ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട് ചില സൈഡിലൊക്കെ. അതൊക്കെ അവർ സ്റ്റീം ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ഏരിയയാണ് ഇഷ്ടമായത്. ബിക്കോസ് ഞാൻ ആദ്യമൊക്കെ അതായത് അല്ലൂട്ടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ലീവിന് ഇവിടെ വരുമല്ലോ, ഞാൻ കണ്ണൂരായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത് മുകളിലെ ഈ ഒരു എന്താ പറയുക ബാൽക്കണി ആയിരുന്നു. പക്ഷേ പിന്നെ മക്കളായതിനു ശേഷം എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോവാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പോൾ അവരുടെ വർക്ക് അവൈലബിൾ ആണ് കേട്ടോ, ലൈക്ക് കാലിക്കറ്റ്, മലപ്പുറം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ വീട്, ഇപ്പോൾ പുതിയ വീടാണെന്ന് വെച്ചിട്ടുമ്പോൾ ഇത് ചെയ്യേണ്ടതെന്നൊന്നുമില്ല. ഒരുപാട് പേര് പുതിയ വീട്ടിൽ ഹൗസ് വാമിങ്ങോ കഴിഞ്ഞതിന് ശേഷം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയോ അല്ലെങ്കിൽ ഒരു സർജറി അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അലർജിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇത് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ കാലമായി നമ്മളെ വീട്ടിൽ ഓവർ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കുറേ കാലം നമ്മൾ വീട് പൂട്ടിയിട്ടിട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് സെറ്റാക്കണം. ഇത്തരം എന്തൊക്കെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റിയൊരു ടീം തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സൺഷൈഡില്ലേ അതിൽ കൂടിയൊക്കെ പോയിട്ട് അവിടെ കരിയിലൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വീട്ടിന് പുറമേന്ന് നോക്കുമ്പോൾ ചുറ്റും അവർ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. അത്രയ്ക്കും. പിന്നെ അതുപോലെ നിലമൊക്കെ ആണെങ്കിലും കേട്ടോ എനിക്ക് നല്ല എന്താ പറയുക ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ. നിങ്ങൾക്ക് ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ സ്വിച്ച് ബോർഡൊക്കെ നിങ്ങൾക്ക് അവസ്ഥ ഓർമ്മയുണ്ടായിരുന്നോ? അതായത് അപ്പുറത്ത് മറ്റേ തേനീച്ചക്കൂട് വന്നിട്ട് അതിൻ്റെ ആ ഒരു വാക്സ് വന്നിട്ട് ഫുള്ള് സീനായി കിടക്കായിരുന്നു. അതൊക്കെ അവർ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലീനിങ് ഒന്നും നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെന്നെ കാണാൻ വരണം. ആശുപത്രിയിലുണ്ടാവും ഞാൻ കേട്ടോ. എനിക്ക് എൻ്റെ റൂം തന്നെ ഫുള്ളി എനിക്കിങ്ങനെ ചില സമയത്ത് ക്ലീനിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ട്. ചില സമയത്ത് പ്രാന്തിളകും. ആ സമയം ഞാൻ ഒരു 2.5 ക്ലീനിങ് അങ്ങോട്ട് നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് സൈഡാവും. എപ്പോഴും വൈശാട്ടൻ പറയും ഒരു ദിവസം കൊണ്ട് നേരം വെളുപ്പിക്കാൻ നോക്കരുത്, നിനക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഒരു സൈഡ് ഒരു ദിവസം ചെയ്യും, മറ്റേ സൈഡ് വേറൊരു ദിവസം ചെയ്യും, അങ്ങനെ ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കബോർഡൊക്കെ ഇടയ്ക്ക് മൊത്തം വലിച്ചു വരിയിട്ടിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കി വെക്കണം. എല്ലാ തുണിയും വലിച്ചു വരിയിട്ട് ഒന്നുകൂടെ മടക്കി വെക്കണം. അങ്ങനത്തെ ചില പ്രാന്തുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. എന്നെപ്പോലുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ അങ്ങനത്തെ ചില പ്രാന്തുകൾ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എത്ര അങ്ങനെ ക്ലീൻ ചെയ്താലും ഇത്രയ്ക്കും വൃത്തിയാവില്ല എന്ന് എനിക്ക് ഇന്നത്തെ കൊണ്ട് മനസ്സിലാവുകയും ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് അഫോർഡബിൾ റേറ്റും ആണല്ലോ. എന്നുവെച്ചാൽ നമ്മളെ വീടിന് സ്ക്വയർ ഫീറ്റ് എത്രയാണ് നോക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 7 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എത്ര രൂപ ഏകദേശം ആവും എന്ന് മനസ്സിലാവും. പക്ഷെ നമുക്ക് അതിന് വേർത്താണ് ഗൈസ്. കാരണം എന്താ പറയുക, ഇത്രയ്ക്കും നമുക്ക് വീട് നല്ല ഭയങ്കര ഫ്രഷായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇടയ്ക്ക് നല്ല ഇയർലി വൺസ് എങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയണത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. നോക്കിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ബാൽക്കണീൻ്റെ കോലായത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് തന്നെ ഉറപ്പാണ്, ഇത്രയും റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി വരും, ഭയങ്കരമായിട്ട് പൊടി പറ്റും. നമ്മൾ എത്ര അടിച്ചു വരെ തുടച്ചിട്ടും കാര്യമില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ശങ്കടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഇത്രയും റോഡ് സൈഡ് വേണ്ട, ഒരു റോഡ് സൈഡിലുണ്ടാകുന്ന ഒരു വീടിൻ്റെ തൊട്ട് ബാക്കിലോ അങ്ങനെയൊക്കെ ആയിട്ട് മതി, അല്ലെങ്കിൽ ചെറിയ റോഡ് മതി. എന്നുവെച്ചാൽ ഇത്രയും മെയിൻ റോഡിലേക്ക് വേണ്ട എന്നുള്ളൊരിതുണ്ട്. കാരണം നമുക്കങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ബസ് സർവീസ് ആണെങ്കിലൊക്കെ. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നോക്കിയ നമ്മുടെ ലിവിങ് ഏരിയ ഒക്കെ ആയ ഒരു രാവിലെ കണ്ടോ നിങ്ങൾ. അങ്ങനെ ഏകദേശം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ആക്കിയിട്ടോ അവർ പോയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ്നെസ്, ഭയങ്കര ഒരു തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ വൈശാട്ടൻ മക്കൾ ഉറങ്ങി എണീറ്റ് താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ അല്ലും തുമ്പി, ദൈവമേ വീടെന്താ ഇങ്ങനെയായാൽ പറ്റില്ലല്ലോ, ഇനി എന്ത് നമ്മൾ ചെയ്യണം അല്ലയ്യ എന്നുള്ള മട്ടിലാണ് നോക്കണത്. എനിക്കറിയാം ഇത് ഇങ്ങനെ ഈ വീഡിയോയിൽ കണ്ട് രണ്ടാമത്തെ ദിവസം എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. മാത്രമല്ല മക്കളുള്ള വീടല്ലേ, എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. മക്കളുള്ള വീടാണ് ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അല്ലേ. അങ്ങനെ അവരുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നതാണ്, രാത്രി ആയപ്പോഴാണ് അവർ വർക്ക് കഴിഞ്ഞു. ഒരു ദിവസം തന്നെ അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്കും റിസൾട്ട് കാണാനും ഉണ്ട് കേട്ടോ. സോഫ അവർ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയുക, വല്ലാണ്ട് വാഷ് ചെയ്യുന്ന രീതിയിലല്ല, വാക്യൂം ക്ലീനും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈശാട്ടൻ എന്താ അവിടെ വന്നിട്ട് എന്ന് കിടന്ന് മുകളിലേക്ക് ഏട്ടൻ നോക്കി കിടക്കുകയാണ് കുട്ടികളെ. ഏട്ടന് ക്ഷീണമായിട്ടുണ്ടാവും. കാരണം ഞാൻ സൈഡായി കിടന്ന സമയത്തൊക്കെ ഫുൾ ഏട്ടൻ തന്നെയാണല്ലോ ചെയ്തത്. കാലൊന്നും വെക്കലടാ എന്ന് പറഞ്ഞിട്ട് തുടച്ച് മാറ്റി കേട്ടോ. ഇതൊക്കെ എത്ര ദിവസം ഉണ്ടോ എന്തോ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സാറ് വന്നു കേട്ടോ. അങ്ങനെ വന്ന് നമ്മൾ സംസാരിച്ചു. എന്തായാലും ഒരുപാട് താങ്ക്സ് ഓട്ടോജെറ്റ് ടീമിന്. കാരണം ഇത്രയ്ക്കും അടിപൊളിയായിട്ട് നമ്മുടെ വീടൊക്കെ സെറ്റാക്കി തന്നതിന്. അല്ലും തുമ്പിയൊക്കെ രാറ്റൊക്കെ പറഞ്ഞ് അവരുമായിട്ട് വേഗം കമ്പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ടീം പോവുകയാണ് ഗൈസ്. നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ടാവും, ദൈവമേ എന്താ ഇപ്പോൾ ഇത് വണ്ടി വന്ന് നിൽക്കുന്നത്, ഇപ്പോൾ കുറേ നേരം ആയല്ലോ. അങ്ങനെ അവർ തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കും അതുപോലെ തന്നെ നല്ലൊരു ടീമും ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂട്ടോ. ലാസ്റ്റ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം, അതായത് ക്ലീൻ ചെയ്തിട്ടുള്ള വ്യൂ. തുമ്പി ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് വൃത്തിയേടാക്കുക ദൈവമേ എന്ന് ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് പിന്നെ അങ്ങനത്തെ ഡൗട്ടൊന്നും ഉണ്ടാവില്ല, കാരണം അതങ്ങ് ചെയ്തോളൂ അവർ. ആ കാര്യത്തിൽ അവർ ടീക്കാണ്, പക്ക. ഓക്കെ ഗൈസ്, അപ്പോൾ അവർക്കൊരു നല്ല ടാറ്റ ബൈ ബൈ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു വീട്ടിലേക്ക് കയറുമ്പം. വാട്ട് എ ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്, അത്രയും അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് വീട് കാണാം. ഓക്കെ, വീട് കാണുന്നതിന് മുമ്പേ ഒരു പോവല്ലേ, ഒരു യാത്രയാക്കട്ടെ. കാരണം ഇത്രയും നല്ലൊരു വർക്ക് തന്നിട്ടുള്ള അവരെ നമ്മൾ അങ്ങനെ യാത്രയാക്കാതെ വിടാൻ പറ്റും. അങ്ങനെ വൈശാട്ട് എന്താ റോഡ് വരെ പോയിട്ട് ടാറ്റ ബൈ ബൈ കാണിച്ചിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ടീം പോവാണ്. എന്തായാലും ഇത്രയും എക്യുപ്മെൻറ്റ്സും ഇത്രയും സ്റ്റാഫിനെയും ഒക്കെ കൊണ്ട് വന്ന ഒരു ടീം അല്ലേ. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടീമിനെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. 100% നിങ്ങൾ ധൈര്യമായിട്ട് അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തോളൂ. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. സാറും ബൈ ബൈ പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീടൊന്ന് വിശാലമായിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഇത് മുന്നേ തന്നെ നമ്മളെ വല്യമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. വിളക്ക് കത്തിക്കുകയാണ്. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് കയറട്ടെ. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താണ് നമ്മളെ അവസ്ഥ എന്ന്. അച്ഛനൊക്കെ വന്ന് നോക്കണ്ടേ എന്താ ഇപ്പോൾ ഇവിടെ ആക്കിയെന്ന്. അച്ഛൻ്റെ റൂം മാത്രമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അച്ഛന് ഇഷ്ടമല്ല അത്, അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇതാ സിറ്റ് ഔട്ട്, നമ്മുടെ ലിവിങ് ഏരിയ ഒക്കെ നോക്കിയേ മക്കളെ. നേരത്തെ കണ്ടതാണോ ഒപ്പം ഉള്ളത് നോക്കിയേ. അത്രയും നല്ല ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക വെട്ടിത്തിളങ്ങുന്നു, അത്രയും അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫോട്ടോസ് ഉൾപ്പെടെ നമ്മുടെ ഡോറ്, അതുപോലെ നമ്മുടെ എന്താ പറയുക ചുമര് തുടങ്ങിയിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ റൂം നോക്കിയാൽ ഈ സൈഡിൽ അലമാരയൊക്കെ എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവർ അലൈൻമെൻ്റ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അമ്മയും അച്ഛനും കൂടെ. പിന്നെ അവരിതാ ഫുള്ള് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡസ്റ്റ് മൈറ്റ്സ് റിമൂവലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കണ്ട നമ്മുടെ ചുമരാണ് നമ്മുടെ ഹൈലൈറ്റ്. കണ്ടില്ലേ, ഈ ചുമര് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. എത്ര ദിവസം ഉണ്ടാവുമോ എന്തോ, ഞാൻ എപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ അത് കാണിച്ചു തരാണ്, നോക്കി അതൊക്കെയാണ് നമ്മളെ ടീം
വി സ്റ്റാൻഡൊക്കെ ആണെങ്കിലും നല്ല കിണ്ണം കഴിച്ച് സെറ്റപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ അവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥനയിലൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ കണ്ടോ നമ്മുടെ ഫ്രെയിംസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു ഷൂട്ടും കാര്യങ്ങളും. ഈ ഒരു ഷൂട്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളെ വലിയൊരു ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മളെ ഫാമിലി പിക്ക്, നമ്മളെ കണ്ണാടിയൊക്കെ പിളപ്പിളങ്കി കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ താഴത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ മുകളിലേക്ക് കയറി തുടങ്ങട്ടെ. അച്ഛൻ്റെ അമ്മേൻ്റെ റൂം പിന്നെയും ഞാൻ കയറി കാണിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടോളൂ, അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനും. ഓക്കെ, ഡൈനിങ് ഏരിയ, സിറ്റ് ഔട്ട്, പക്ഷേ എല്ലാം വെള്ളിയടിക്കുകയാണല്ലോ. സ്റ്റോർ റൂം കണ്ടില്ല, സ്റ്റോർ റൂമൊക്കെ അവർ നീറ്റായിട്ട് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കിച്ചൺ എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കരുത്. പിന്നെ എന്താ കട്ടന് കല്യാണിൻ്റെ റൂം ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ബാത്റൂമും അവരെ കൊണ്ട് പറ്റണ ഇത് മാക്സിമം അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റെയിൻ ആദ്യമായിരുന്നു, അതുകൊണ്ട് ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ മുകളിലെ ഹാള് എല്ലാം എല്ലാം ഒന്നും പറയാനില്ല. എല്ലാം എന്താ പറയുക, മുക്കും മൂലയും തുടച്ച് വൃത്തിയാക്കുക എന്ന് പറയില്ല, അതുപോലെ ഞങ്ങളെ റൂമിലൊക്കെ കയറിയപ്പോൾ ഒരു ഫ്രഷ്നെസ് ആയിരുന്നു ഗൈസ്, അത്രയും അടിപൊളിയായിരുന്നു. അങ്ങനത്തെ നമ്മൾ കട്ടിലിൻ്റെ ഒരു പൊസിഷനൊക്കെ ഇത് അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഞാനിവിടെയുണ്ട്. ഇനിയൊന്ന് പോയി എനിക്കൊന്ന് മേലൊക്കെ ഒന്ന് കഴുകണം, എനിക്കെന്നെ ക്ഷീണമുണ്ട് കണ്ടു നിന്നിട്ടേ. എന്താ ചെയ്യുക, നമ്മുടെ സിറ്റ് ഔട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 2 തലതെറിച്ചെറ്റിങ്ങൾ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ടാണ് ഗൈസ്. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ്. പിന്നെ വണ്ടീൻ്റെയും ഒക്കെ ഒച്ചപ്പാടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, അയ്യോ എൻ്റെ കെട്ടുവനുണ്ട് അവിടെ, ഒളിഞ്ഞു നോട്ടം. യെസ്, അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്ക്, നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ബൈ.